കോൺട്രാക്ട് മാരേജ് ഭാഗം 28. ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാലോ എന്ന്. അതിന് നീ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അവൻ തന്നെ കളിയാക്കും പോലെയാണ് അവൾക്ക് തോന്നിയത്. ഇയാളുടെ രാവിലെ ഇതൊക്കെ പറയാൻ പോയ എന്നെ വേണം പറയാൻ. എന്തൊരു മനുഷ്യൻ. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് തിരികെ എൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ ജോലിയൊക്കെ ഒരു പ്രശ്നമാകും. പാതി വഴിക്ക് നിർത്തേണ്ടി വരും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിലാണ് അവളുടെ ചോദ്യം. ഈ സമയത്ത് അവനൊന്നും പറയില്ലെന്ന് കരുതി. നമുക്കിവിടെ നിന്നാൽ പോരെ, അങ്ങോട്ട് പോകണോ? അവളുടെ മുഖത്തേക്ക് ഒരു നിമിഷം അവൻ നോക്കി. എന്തേ, ഇവിടെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായോ? പിന്നെ ഇഷ്ടം എത്രയും വേഗം ഒരു വർഷമൊന്ന് കഴിഞ്ഞാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോഴല്ലേ ഇഷ്ടം. ആ, ഞാൻ കഴിഞ്ഞ ദിവസം നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ വന്നിട്ട് ജോലിയുടെ കാര്യം നോക്കാമെന്ന്. ഇതിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നതല്ലേ. അവളൊന്ന് മോളി, അത്ര തെളിച്ചമില്ലാതെ. നീ എന്താ പഠിച്ചേ? MCom. അത് കൊള്ളാം. നിനക്ക് വീട്ടിലിരുന്നാണേലും എന്തെങ്കിലും ജോലി മതിയോ? സാലറി ഞാൻ തരുന്നു. എന്തേ? അതിനവൾക്ക് 100 വട്ടം സമ്മതമായിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എനിക്ക് സമ്മതമാണ് സാർ. എങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോ ജോലി. പുറത്ത് എവിടെയും കിട്ടാത്ത സാലറിയും തന്നേക്കാം. ഇനി അത് കുറഞ്ഞു പോയതിൻ്റെ പരാതി വേണ്ട. അവളൊന്നും മിണ്ടിയില്ല. അവൾക്ക് ശരിക്കും ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു. പുറത്ത് ജോലി നോക്കണമെന്ന് പറയുമ്പോഴും അവളുടെ മനസ്സിൽ ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെ എന്നൊക്കെയുള്ള ചിന്തയായുണ്ട്. ഇപ്പോൾ അതിനെല്ലാം പരിഹാരം കണ്ടിരിക്കുന്നു. ഈ നിമിഷം അവനോട് ചെറിയൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അയ്യോ, മതിയാക്കിയോ? അവൾ പറയുന്നത് കേട്ട് അവനുള്ളിൽ സൂക്ഷിച്ചു നോക്കിയതും ഭദ്ര അബദ്ധം പറ്റിയതുപോലെ ഇരുന്നു. ജോലി കിട്ടിയ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ആരാണെങ്കിലും നോക്കിപ്പോകില്ലേ? എളുപ്പം കഴിച്ചിട്ട് റൂമിലേക്ക് വാ. ഇന്നത്തെ നിൻ്റെ ജോലി പറഞ്ഞു തരാം. ഞാൻ വരുമ്പോഴേക്കും തീർത്ത് വെച്ചേക്കണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. അതൊക്കെ ഞാൻ ചെയ്തോളാം. ചെയ്താൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ കുറച്ച് കൊള്ളും. അവനെന്തോ അർത്ഥം വെച്ചാണല്ലോ പറയുന്നത്. ദൈവമേ, പണിയാകുമോ? അവളുടെ ഉള്ളിൽ ചെറിയൊരു പേടിയോടെ തന്നെയാണ് അവൻ്റെ റൂമിലേക്ക് അവൾ ചെല്ലുന്നത്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. നീ എവിടെ ആയിരിക്കുന്നേ? ഇവിടാണോ അതോ പുറത്തോ? ഞാൻ അവൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. അവൻ്റെ റൂമിൽ ഇരിക്കാനൊക്കെ പറയുന്നത് അവളിൽ വല്ലാത്ത അതിശയമാണ് ഉണ്ടാക്കിയത്. അതെന്തേലും ചെയ്യൂ. പിന്നെ എന്തേലും ഡൗട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. തലയാട്ടിയാൽ മതിയോ? നമ്പർ വേണ്ടേ? അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഭദ്ര പറഞ്ഞതും അതെങ്ങനെ എന്നുള്ള ഭാവത്തിൽ അവനുള്ളിൽ നോക്കി. അതൊക്കെ ഇന്നലെ തന്നെ ആലീസ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിരുന്നു. ശിവേട്ടനായി തന്നെ എനിക്ക് കുറേ ശത്രുക്കളെ ഉണ്ടാക്കി തന്നിട്ടില്ലേ. ഇനി അവരായി അടുത്ത പടിയും കൊണ്ട് വരുമ്പോൾ ഒന്ന് വിളിച്ചു പറയാനെങ്കിലും നമ്പർ വേണ്ടേ? ആ, അത് നല്ലതാ. അവൻ നിന്ന് ചിരിച്ച് മറുപടിയുടെ കൂടെ. അവൻ്റെ ചിരി കണ്ട് വല്ലാത്ത ഭംഗി തോന്നിയവൾക്ക്. ഇങ്ങനെയൊക്കെ ചിരിച്ച് കാണുന്നത് ഇടയ്ക്കാണ്, അല്ലാത്തപ്പോൾ മുഖവും വീർത്തിരിക്കും. എന്താടി ഇങ്ങനെ നോക്കുന്നത്? ഓ, ഒന്നുമില്ല. ഞാനെന്നാൽ ഇറങ്ങുക. വരുമ്പോഴേക്കും ഇതെല്ലാം നോക്കി വെച്ചേക്കണം. അവൾ മറുപടി പോലെ തലയാട്ടി. അവൻ പോയി കഴിഞ്ഞതും തുറന്നു കിടക്കുന്ന അവൻ്റെ മുറിക്ക് അകത്തേക്ക് അവൾ പതിയെ കയറി. ഇതിലിങ്ങനെ കയറാൻ പറ്റുമെന്ന് കരുതിയതേയില്ല. എന്താണോ എന്തോ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ടിപ്പോൾ. ചെറിയൊരു സന്തോഷം ഉള്ളിൽ പോടും പോലെ. ശിവൻ കൊടുത്തിട്ട് പോയ ഫയലുകളെല്ലാം ഒരുവിധം നോക്കിക്കഴിഞ്ഞപ്പോൾ മടുത്തു പോയിരുന്നവൾ ഇടയ്ക്ക് ആലീസ് വന്ന് കഴിക്കാൻ വിളിച്ചെങ്കിലും അതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ തിരികെ അവരെ അയച്ചു. ഇപ്പോൾ പഴയതിനേക്കാൾ അടുപ്പമുണ്ട് രണ്ടാളും തമ്മിൽ. നേരത്തെ ശിവനെ പേടിച്ച് അവളോട് ഒന്നും മിണ്ടാതിരുന്ന ആലീസ് അന്നത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം അവളോട് എങ്ങനെയും അടുപ്പം കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം അവളും അവരോട് മിണ്ടിത്തുടങ്ങി. ഇടയ്ക്ക് അവനെ വിളിച്ച് സംശയം ചോദിക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ നേരം കുറേ കടന്നു പോയിരുന്നു. 3 പടി കഴിഞ്ഞു കഴിച്ചിട്ടിരിക്കുമ്പോൾ ശിവൻ തന്നെ ആദ്യമായി ഏൽപ്പിക്കുന്ന ജോലി ആയതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഭംഗിയായി കുറഞ്ഞ സമയം കൊണ്ട് തീർക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം പോയാലും എല്ലാം ഒതുക്കിയിട്ട് കഴിക്കാനിരിക്കുന്നുള്ളെന്ന് അവൾ ആദ്യമേ തന്നെ തീരുമാനിച്ചത്. കഴിച്ചു കഴിഞ്ഞ് വന്ന് ബാക്കി തീർക്കാനുള്ള ജോലി കൂടി തീർത്തിട്ട് വെറുതെ അവൻ്റെ മുറിയിലെ ബെഡിലേക്ക് കിടന്നവൾ. എന്തായാലും അവൻ വരാൻ സമയമെടുക്കുമെന്നുള്ള കാരണം തന്നെയാണ് അതിനുള്ള ധൈര്യം കൊടുത്തതും. വെറുതെ ഒന്ന് കിടന്നത് മാത്രം ഓർക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു. ഡി, ചെവി പൊട്ടും പോലെ ഒരു ശബ്ദം. അത് ചെവിയും തുളച്ചു കയറിപ്പോയതുപോലെ തോന്നിയവൾക്ക് ഞെട്ടലോടെ അവൾ ചാടി എണീറ്റ് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒരു നിമിഷം അവൾ നെഞ്ചിടിപ്പുയർന്നു. ശിവേട്ടൻ. അതടി ഞാൻ തന്നെ. കൊള്ളാം. ഫയൽ നോക്കാൻ ഏൽപ്പിച്ചു പോയിട്ട് ഉറക്കമായിരുന്നോ നീ ഇവിടെ? അയ്യോ അല്ല, ഞാൻ പെട്ടെന്ന് ക്ഷീണം തോന്നിയപ്പോൾ. സോറി.
ബെഡിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൻ മറുപടിയൊന്നും പറയാതെ കയ്യിലെ വാച്ച് അഴിച്ചു വെച്ചു. അവൻ തന്നെ ബെഡിൽ കിടന്നതിന് ഒന്നും പറയാത്തതിൽ അവൾക്ക് അതിശയം തോന്നി. എന്തായിരിക്കും ഒന്നും പറയാഞ്ഞത്? ഞാൻ തന്നതൊക്കെ നോക്കിയോ? ഷർട്ട് ബട്ടൺ ഓരോന്നായി അഴിച്ചെടുക്കുന്നതിൽ അവൻ ചോദിച്ചു. എല്ലാം നോക്കിയിട്ടുണ്ട്. ഇനി ശിവേട്ടൻ കൂടിയൊന്ന് നോക്കിയാൽ മതി. അപ്പോഴാണ് അവൻ ഷർട്ട് മാറ്റി വെക്കുന്നത് കണ്ടത്. അയ്യേ, ഇങ്ങൾക്ക് നാണമില്ലേ? ഞാനുണ്ടെന്നുള്ള കാര്യമൊക്കെ മറന്നുപോയോ ആവോ? എന്താ, എന്തേലും പറഞ്ഞോ നീ? ഓ, ഒന്നുമില്ല, ഞാൻ പൊക്കോട്ടെ എന്നാ റൂമിലേക്ക്. അവനൊന്ന് അമർത്തി മൂടിയതും അവൾ പെട്ടെന്ന് മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുറച്ചു നേരം കൂടി അതിനകത്ത് നിന്നിരുന്നിൽ അങ്ങേരോട് പ്രേമം വല്ലതും തോന്നിപ്പോയേനെ. അവൾ സ്വയം പറഞ്ഞതും അതേ നിമിഷം ഞെട്ടലോടെ അവൾ കണ്ണാടിക്ക് മുന്നിലേക്ക് വന്ന് നിന്നു. അതെ, കണ്ണാടിയിൽ നോക്കുന്ന തൻ്റെ മുഖത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ജീവിതത്തിൽ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ഓരോ ദിവസം കഴിയുന്തോറും അത് കൂടുകയല്ലാതെ കുറയാൻ യാതൊരു വഴിയുമില്ല. പക്ഷേ എന്തു ചെയ്യും? ഭദ്ര, ഭദ്ര! ശിവൻ ഹാളിൽ നിന്ന് ഉറക്കെ വിളിച്ചതും ഭദ്ര പെട്ടെന്ന് ആലോചന നിർത്തി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് റൂമിന് പുറത്തേക്കിറങ്ങി. ഡെയിലി സാലറി വേണോ അതോ ഒരു മാസമോ? അവൻ്റെ ചോദ്യം കേട്ടതും എന്ത് ഉത്തരം പറയണമെന്നറിയാതെ ഒരു നിമിഷം ആലോചനയോടെ നിന്നവൾ. എന്തേ, ഇന്നലെ വരെ നിനക്ക് ജോലി എന്നായിരുന്നല്ലോ. എന്തേ സാലറിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? മാസത്തിൽ മതി. ഗുഡ്. ഇന്ന് ഏൽപ്പിച്ച ജോലി നീ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ടും കൊള്ളാം. ഈ കാര്യത്തിൽ നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. അവനിൽ നിന്ന് അത്രയും കേട്ടതും അവളുടെ മുഖം തെളിഞ്ഞു. ആഹാ, ചിരിയൊക്കെ വന്നല്ലോ. അല്ല, ജോലി കിട്ടിയിട്ട് എനിക്കൊന്നുമില്ലേ? ഞാനൊക്കെ വിളിച്ചാൽ ശിവരഞ്ജൻ സാർ വരുമോ എൻ്റെയൊക്കെ കൂടെ? നിൻ്റെ സംസാരത്തിലെ കുത്തല് കൊള്ളാം. ആദ്യം വിളിക്കണം നീ, എന്നാലല്ലേ അറിയാൻ പറ്റൂ ഞാൻ വരുമോ ഇല്ലയോ എന്ന്. അല്ലാതെ വെറുതെ ഇങ്ങനെ വളവള പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാ വിളിച്ചിരിക്കുന്നു. സമയമൊക്കെ ശിവേട്ടൻ പറയും പോലെ. ഇന്ന് ഞാൻ ഫ്രീ ആണ്. ഇനിയൊന്ന് കുളിച്ചാൽ മതി. എനിക്ക് രാത്രി 12 തൊട്ട് 1 മണി വരെ സമയമുണ്ട്. എങ്കിൽ 6 മണിയാകുമ്പോൾ പോകാം. പുറത്തു നിന്ന് ഫുഡ്, ഒരു സിനിമ, പറ്റുമോ അത്രയും? എനിക്കെന്താ പറ്റാത്തത്? ഞാൻ റെഡി. വണ്ടി ഞാൻ വിളിക്കണോ? വേണ്ട, നമുക്ക് വണ്ടി ഉണ്ടല്ലോ. ചിലവ് തരുന്ന ആളെ കൂടി കൊണ്ടുപോകാൻ പറ്റും. അവനൊരു ചിരിയോടെ പറഞ്ഞതും അവളിലേക്കും അത് പകർന്നു. എന്നാൽ ഞാൻ പോയി റെഡിയായിട്ട് സാറിനെ വിളിക്കാം. ഓക്കെ. അവൻ തൻ്റെ മുറിയിലേക്ക് ഒരുങ്ങാൻ പോയതും അവളും അവളുടെ മുറിയിലേക്ക് പോയി. ഭദ്രയ്ക്ക് നല്ല സന്തോഷമായിരുന്നു. അവൻ്റെ സംസാരം, തന്നോടുള്ള അടുപ്പം എല്ലാം അവളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ആദ്യം കണ്ട ആളിൽ നിന്ന് അവൻ ഒരുപാട് മാറിയിരിക്കുന്നു. ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ അല്ലാതെ തൻ്റെ അടുത്ത് വാ തുറക്കാത്ത ആളാണിപ്പോൾ തന്നോട് ഇത്രയും അടുപ്പം കാണിക്കുന്നത്. സന്തോഷം കൊണ്ട് അവൾക്ക് ഒരുങ്ങിയിട്ടും തൃപ്തി പോരായിരുന്നു. ആദ്യം ഒരു ചുരിദാർ എടുത്തിട്ട് പിന്നീട് അത് മാറ്റി സാരി എടുത്തു കൊടുത്തു. കഴിഞ്ഞ ഓണത്തിന് അമ്മ എടുത്ത് തന്ന സാരിയാണ്. ഇതുവരെ ഉടുത്തിട്ടില്ല. ആദ്യമായാണ് ഉടുക്കുന്നത്. അത് തനിക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്നാണ് അവളുടെ മുഖത്തൊരു ദുഃഖം നിഴലിച്ചത്. കഴുത്തിലൊരു താലിയോ നെറുകിലൊരു സിന്ദൂരമോ ഇല്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തു ഭംഗിയായിരിക്കും തന്നെ കാണാൻ. ഒരു വർഷത്തേക്കാണെങ്കിലും കൂടെയുള്ളത് തൻ്റെ ഭർത്താവാണെന്നുള്ള ചിന്ത അവളെ അസ്വസ്ഥയാക്കി. ഭദ്ര! അവൻ ഉറക്കെ വിളിച്ചതും നിറഞ്ഞു വന്ന കണ്ണുകൾ മെല്ലെ മഷി പടരാത്ത വിധം തുടച്ചു നീക്കി. ഭദ്രേ, ഞാൻ റെഡിയാണ്. താൻ കഴിഞ്ഞോ? പുറത്തുനിന്നുള്ള അവൻ്റെ ശബ്ദം കേട്ടതും ഭദ്ര വേഗം മനസ്സിലെ ചിന്തകളൊക്കെ മാറ്റി ഫോണും ഹാൻഡ് ബാഗും എടുത്ത് മുറിക്ക് പുറത്തേക്കിറങ്ങി. ആഹാ, അടിപൊളി, കൊള്ളാലോടാ. അവളെ ആകെമൊത്തം നോക്കിയവൻ പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുമന്നുപോയി. എടോ, ശരിക്കും തന്നെ ഇങ്ങനെ സാരിയെ കൊടുത്ത് കാണാൻ ആണ് ഭംഗി. അവളൊന്ന് മൂളി. 1 വർഷം കഴിയുമ്പോൾ തനിക്ക് നല്ലൊരു ചെറുക്കനെ തപ്പി പോകാതെ തന്നെ കിട്ടും. നോക്കിക്കോ. ഒറ്റ നിമിഷം കൊണ്ട് ഉള്ളിലെ സന്തോഷം മുഴുവൻ ആ വാക്കിൽ കെട്ടുപോയിരിക്കുന്നു. ദേഷ്യവും അരിശവും കൊണ്ട് ഉടുത്ത സാരി പോലും വലിച്ചു കളയാൻ തോന്നിയവൾക്ക്. സാറ് വരുന്നുണ്ടോ? സമയം പോകുന്നു. ഉള്ളിലെ ദേഷ്യം കടിച്ചു പിടിച്ചവൾ പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ മേശപ്പുറത്തിരിക്കുന്ന ഫോൺ എടുത്ത് പോക്കറ്റിലേക്കിട്ടു. വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നവളെ കണ്ട് ചെറിയൊരു ചിരിയോടെ അവനും അവൾക്ക് പിന്നാലെ ഇറങ്ങി. എങ്ങോട്ടാ പോവണ്ടേ? കാറിൽ കയറിയപ്പോൾ മുതൽ മുഖവും വീർപ്പിച്ചിരിക്കുന്നവളെ കണ്ട് അവൻ ചോദിച്ചു. സാറിന് എങ്ങോട്ടെങ്കിലും പോണേൽ പോ. ഭദ്രേ! അവൻ്റെ ഗൗരവം നിറഞ്ഞ വിളിയാണ് ഭദ്രയെ സ്വബോധത്തിൽ കൊണ്ടുവന്നത്. മറ്റെന്തോ ചിന്തയിൽ പറഞ്ഞു പോയതാണ്. സോറി, ഞാൻ പെട്ടെന്ന്. നമുക്ക് ബീച്ചിലേക്ക് പോയാലോ ആദ്യം?
അവൻ അതിന് സമ്മതം പറഞ്ഞ് വണ്ടി തിരിക്കുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് അവളുടെ ജീവിതം മാറിത്തുടങ്ങാൻ പോവുകയാണെന്നുള്ള സത്യം അവളൊട്ട് അറിഞ്ഞതുമില്ല. ജീവിതമെന്നത് പലപ്പോഴും നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെ ആകില്ലല്ലോ.